ലിജു, ഇതിപ്പം ശംഖു പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ദേശീയപാത വികസനം കുതിച്ചു മുന്നോട്ട് പോയത്. എസ് കെ സജീഷ് പറയുന്നു പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് കേരളത്തിലെ ദേശീയപാത വികസനം തുടങ്ങിയത് പോലും. അതായത് രണ്ടിടത്തും കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസിനാണ് ഇത് വൈകാനും ഇത്രയും കാലതാമസത്തിനും കുറ്റം വരുന്നത്. ഞാൻ വളരെ കൃത്യമായ ഓരോന്നിനും മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ദേശീയപാത വികസനം ആരംഭിച്ചത് എത്രയോ കാലം മുമ്പ് ഈ ദേശീയപാതകളെല്ലാം സൃഷ്ടിച്ചത് കോൺഗ്രസ് സർക്കാരുകളാണല്ലോ. പക്ഷേ ഈ കോൺഗ്രസ് സർക്കാരുകൾ ഭരിക്കുമ്പോഴും രാജ്യത്ത് ദേശീയപാത വികസനത്തിന് തടസ്സമായി നിന്നിരുന്നത് ഭൂമി ഏറ്റെടുക്കലാണ്. കാരണം ആളുകൾക്ക് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ, ഇതൊക്കെ തന്നെ 1956 നിയമപ്രകാരം നാഷണൽ ഹൈവേ അക്വിസിഷൻ ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും നഷ്ടപരിഹാരം മതിയായ നഷ്ടപരിഹാരം കിട്ടിയില്ല. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ആളുകൾ സമരം ചെയ്യും, വൻ പ്രക്ഷോഭങ്ങൾ നടക്കും. അപ്പോൾ അത് കാരണം ഇതൊരു പ്രശ്നമാകുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിതത്തെ ഇത്തരം പാത അക്വിസിഷൻസ് ബാധിക്കുമെന്ന് മനസ്സിലായപ്പോഴാണ് 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് LAR ആക്ട്, ലാൻഡ് അക്വിസിഷൻ റിഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട് എന്ന് പറയുന്ന ആക്ട് UPA സർക്കാർ പാസ്സാക്കിയത്. അതാണ് രാജ്യത്താകമാനം ഭൂമി ഏറ്റെടുക്കൽ എന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൂറൽ ഏരിയാസിൽ 4 ഇരട്ടിയും അർബൻ ഏരിയാസിൽ 2 ഇരട്ടി. ഞാൻ പൂർത്തീകരിക്കട്ടെ 2 ഇരട്ടി എന്ന് പൂർത്തീകരിക്കട്ടെ. കാരണം അതാണ്. അപ്പോഴാണ് ആ ഒരു ആർഗ്യുമെൻ്റ് പൊളിക്കാൻ വേണ്ടി ശ്രീ സജീഷ് പെട്ടെന്നൊരു കാര്യം പറയുകയാണ്. ദേശീയപാതയുടെ വികസനത്തിൽ അതിനകത്ത് LAR ആക്ട് ബാധകമല്ല എന്നൊരു ആർഗ്യുമെൻ്റ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ കേൾക്കുന്ന ആളുകൾ എന്താ വിചാരിക്കും? ഈ ഭൂമി ഏറ്റെടുക്കൽ നിയമമൊക്കെ വന്നെങ്കിലും അതൊന്നും കാരണമല്ല ഇത്തരം ഒരു തീരുമാനം ഉണ്ടായത്. അതിനകത്ത് അങ്ങനെ ഒരു പ്രൊവിഷനേ ഇല്ല എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും. സജീഷ് ആദ്യം ഈ ആക്ട് എടുത്തിട്ട് സെക്ഷൻ 105 സബ്സെക്ഷൻ 3 വായിക്കണം. ഗവൺമെൻറ് പവർ ടു എക്സ്റ്റെൻഡ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞ് സബ്സെക്ഷൻ 3 ഉണ്ട്. സെക്ഷൻ 105(3) ഗീവ്സ് പവർ ടു ദ സെൻട്രൽ ഗവൺമെൻറ് ടു എക്സ്റ്റെൻഡ് ദ ബെനിഫിഷ്യൽ പ്രൊവിഷൻസ് ഓഫ് LARR ടു ദോസ് ആക്ട്. ദീസ് ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ്സ് ഹയർ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ട് കൃത്യമായൊരു നോട്ടിഫിക്കേഷൻ ഈ നേരത്തെ എക്സംപ്റ്റ് ചെയ്തിരുന്ന ആക്റ്റുകളിലേക്ക്, അതിനകത്ത് 1956 നാഷണൽ ഹൈവേസ് ആക്ട് ഉണ്ട്. ഈ സെക്ഷൻ 105(3) പ്രകാരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്, വളരെ കൃത്യമായി എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ വാദഗതി ഒരു കളവാണ്. നിങ്ങൾക്ക് കിട്ടിയ വിവരം തെറ്റാണ്. ഒന്നുകിൽ CPM-ൻ്റെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ക്യാപ്സൂളെന്ന് ഞാൻ പറയുന്നില്ല, അത് ഡീപ്പായി അതിനെ പഠിക്കണമെന്ന് ഞാൻ സജീഷിനോട് ആവശ്യപ്പെടുകയാണ്. സെക്ഷൻ 105 സബ്സെക്ഷൻ 3 പ്രകാരം കേന്ദ്ര സർക്കാരിന് നോട്ടിഫിക്കേഷൻ കൊടുക്കാമെന്ന് പറയുന്നതിൽ ഈ നാഷണൽ ഹൈവേ ആക്ട് ഉൾപ്പെടെ ഉണ്ട്. അത് പ്രകാരമാണ് ഭൂമി ഏറ്റെടുക്കൽ ഈ കിട്ടിയേക്കുന്ന റോഡ് സൈഡിൽ കഴിയുന്ന മുഴുവൻ ആളുകൾക്കും ഭൂമി ഏറ്റെടുത്തപ്പോൾ ഗ്രാമീണ മേഖലകളിൽ 4 ഇരട്ടിയും അതോടൊപ്പം തന്നെ അർബൻ ഏരിയാസിൽ 2 ഇരട്ടിയും കിട്ടിയത് ഈ ആക്ട് പ്രകാരം തന്നെ. അപ്പോൾ ദേശീയപാത വികസനത്തിൽ ഭൂമി ഏറ്റെടുക്കലിൽ UPA സർക്കാർ വഹിച്ച നിർണായകമായ പങ്കിനെക്കുറിച്ചും ഈ രാജ്യത്തിൻ്റെ വികസനത്തിൽ തന്നെ നിർണായകമായ ഒരു നിയമനിർമ്മാണത്തെക്കുറിച്ച് അങ്ങേക്ക് മനസ്സിലായി കാണും എന്ന് പറഞ്ഞു. ആര്യയ്ക്ക് കാര്യം പിടികിട്ടിയല്ലോ. ഭൂമി ഏറ്റെടുക്കൽ നിയമം സുഗമമായി ഇതാണ്. അതോടൊപ്പം കേരളത്തിൻ്റെ ദേശീയപാത വികസനത്തിൻ്റെ ചരിത്രവും പറയാം. 2006-2011 കാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന VS അച്യുതാനന്ദൻ ഗവൺമെൻറ് കാലഘട്ടത്തിൽ നമ്മൾ 30 മീറ്റർ ആക്കണമെന്ന് ഓൾ പാർട്ടി മീറ്റിംഗ് കൂടി. എന്തായിരുന്നു കാര്യം? ഈ പ്രശ്നമാണ്. CPM-ഉം കോൺഗ്രസും BJP എല്ലാം കൂടെ ചേർന്നിരുന്ന് തീരുമാനിച്ചു 30 മീറ്റർ മതി, കാരണം ഭൂമി ഏറ്റെടുക്കാൻ പറ്റില്ല. പക്ഷേ 2013 ഈ നിയമനിർമ്മാണത്തിന് ശേഷം LAR ആക്ട് പ്രകാരം കോമ്പൻസേഷൻ കിട്ടുമെന്ന ഇപ്പോൾ തടസ്സങ്ങൾ മാറി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ജനം ഉൾപ്പെടെ സഹകരിച്ചു. ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കാൻ ആളുകൾ കാത്തിരിക്കുക. കാരണം എന്താ? കോമ്പൻസേഷൻ കിട്ടും, നാഷണൽ ഹൈവേയിലെ കോമ്പൻസേഷൻ കിട്ടും. അപ്പോൾ അത് കേരളത്തിൻ്റെ ദേശീയപാത വികസനത്തിൽ കഴക്കൂട്ടം റീച്ച് വരെയുള്ളിടത്ത് ഈ നിയമം, അതായത് ഓഫീസ് അടച്ചിട്ട് പോയ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് 2014 ഒക്ടോബർ മാസത്തിൽ കൂടിയ ക്യാബിനറ്റും അതിനോടൊപ്പം തുടങ്ങിയ ഓൾ പാർട്ടി മീറ്റിംഗ് കൂടി ഉമ്മൻചാണ്ടി സർക്കാർ നമ്മൾ 45 മീറ്റർ ആക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പോയി പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്തിട്ട് പോയ ചരിത്രം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളാണ് ഇതിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് എട്ടുകാലി മമ്മൂജിൻ്റെ ചരിത്രമാണ്. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെമ്പാടും ദേശീയപാത വികസനത്തെ സുഗമമാക്കിയത് 2014 UPA സർക്കാർ പാസ്സാക്കിയ നിയമമാണ്. കൂടാതെ ഞാൻ നേരത്തെ വായിച്ച കാര്യം, അത് സജീഷേ, നിങ്ങളുടെ രാജ്യസഭാംഗമായിരുന്ന ശ്രീ എളമരം കരീമിന് കൊടുത്ത റിപ്ലൈ ആണ്, ഞാൻ എങ്ങൊന്നും കൊണ്ടുവന്നതല്ല.
രാജ്യസഭാംഗമായിരുന്ന എളമരം കരീമിന് കൊടുത്ത റിപ്ലൈയിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ദേശീയപാത വികസനത്തിൻ്റെ പങ്കാളിത്തത്തിൽ നടത്തിയ ഷെയറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് കേരളത്തെ ഞാൻ എടുത്തി കാണിച്ചതല്ല, കേരളം മാത്രമാണ് ചെയ്തതെന്നുള്ള നിങ്ങളുടെ തെറ്റായ അവകാശവാദത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഡൽഹിയും ബീഹാറും തമിഴ്നാടും കർണാടകയും ആന്ധ്രാപ്രദേശും എല്ലാം കൊടുത്തതിനെക്കുറിച്ചുള്ള ഇന്ത്യൻ പാർലമെൻറ്റിൽ രാജ്യസഭയിൽ കൊടുത്ത ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങേക്ക് വേണേൽ അയച്ചു തരാം. ശരി.